പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 208 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. എബ്രായ ലേഖനം 7 അധ്യായം 12 തിരുവചനം. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. ഈ മലയാള പരിഭാഷയെ അടിസ്ഥാനമാക്കി ന്യായപ്രമാണത്തിനും പൗരോഹിത്യത്തിനും നീക്കം വന്നു എന്ന് പെന്തക്കോസ്ത് കൾട്ടുകൾ പഠിപ്പിക്കുന്നു. അവിടെ ഈ വിശ്വാസം വചന വിരുദ്ധം ആകുന്നു എന്നത് ഈ എപ്പിസോഡിലൂടെ വ്യക്തമാക്കുവാനായി ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ഈ പരിഭാഷ ബോധപൂർവം തെറ്റായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് നാം ഇംഗ്ലീഷ് ബൈബിളിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: For the priesthood being changed, there is made of necessity a change also of the law. ഇവിടെ മാറ്റം വന്നു എന്ന് മലയാള പരിഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ഇംഗ്ലീഷിൽ എല്ലാ വെർഷനിലും ചേഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചേഞ്ച് എന്നത് നിയമത്തിനും പൗരോഹിത്യത്തിനും വ്യത്യാസം, അതായത് മാറ്റം വന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. നീക്കം വന്നു എന്ന അർത്ഥം അവിടെ ഇല്ല. എന്താണ് ഈ ചേഞ്ച് എന്ന് നമുക്ക് പരിശോധിക്കാം. ന്യായപ്രമാണ പൗരോഹിത്യം ലേവ്യക്രമം എന്ന് വിളിക്കപ്പെടുന്നു. ഈ ക്രമത്തിന് വ്യത്യാസം വന്നു. പുതിയ ഉടമ്പടിയിൽ ലേവ്യക്രമം മൽക്കീസേദെക്കിന്റെ ക്രമമായി മാറ്റം വന്നു. പൗരോഹിത്യ ക്രമത്തിനാണ് മാറ്റം വന്നത്. പൗരോഹിത്യത്തിന് മാറ്റം വന്നില്ല, വരികയുമില്ല. എന്തെന്നാൽ പൗരോഹിത്യം നിത്യനിയമം ആകുന്നു. സംഖ്യാപുസ്തകം 25:13 പുറപ്പാട് 40:15 ഈ കാര്യം വ്യക്തമാക്കുന്നു. ഈ വചനങ്ങളെ കർത്താവും ഉറപ്പാക്കിയിരിക്കുന്നു. താൻ ആണയിട്ട് കൽപ്പിച്ച വചനം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല. അതുകൊണ്ട് ന്യായപ്രമാണവും പൗരോഹിത്യവും ഇന്നും നിലനിൽക്കുന്നു. റോമർ 15:15 വിശുദ്ധ പൗലോസ്ലീഹായും താൻ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നാം നല്ലവണ്ണം പഠിക്കേണ്ടതായിട്ടുണ്ട്. കൊല ചെയ്യരുത് എന്ന ന്യായപ്രമാണത്തിന് മാറ്റം വരുന്നു. സഹോദരനോട് കോപിക്കുന്നതും പോഷ എന്ന് വിളിക്കുന്നതും ന്യായവിധിക്ക് കാരണമാകും എന്നാണ് കർത്താവ് കൽപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 21, 22 തിരുവചനങ്ങൾ. വ്യഭിചാരം, പരസംഗം, സത്യം ചെയ്യൽ, ഇതിനെയെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്. മത്തായി 5:27 മുതൽ 37 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുക. ഇവിടെ ന്യായപ്രമാണത്തിന് വന്ന മാറ്റം വ്യക്തമായി പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ആകയാൽ എബ്രായ ലേഖനം 7:12 പൗരോഹിത്യത്തിനും ന്യായപ്രമാണത്തിനും മാറ്റം വരേണ്ടത് ആവശ്യമെന്ന് എഴുതിയിരിക്കുന്നത് നീക്കം വന്നു എന്നല്ല, ചേഞ്ച് വന്നു എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത്. മണവാട്ടി വസ്ത്രം മാറി ഉടനെ വരുന്നതാണ് എന്ന് അനൗൺസ് ചെയ്താൽ വസ്ത്രമില്ലാതെ വരുമെന്നാണ് പറഞ്ഞത് എന്ന് ആരെങ്കിലും ധരിക്കുമോ, ചിന്തിക്കുമോ? മാറ്റം ഈസ് ചേഞ്ച് ഒള്ളി. ലേവ്യക്രമം മൽക്കീസേദെക്കിന്റെ ക്രമമായി മാറ്റപ്പെടുകയും ആരാധനയുടെ ക്രമങ്ങളിലും വ്യത്യാസം വരികയും ചെയ്തു എന്നത് മാത്രമാണ് എബ്രായർ 7:12 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പൗരോഹിത്യത്തിനും ന്യായപ്രമാണത്തിനും മാറ്റം വന്നു എന്ന് ഒരിക്കലും ആ വചനം കൊണ്ട് പഠിപ്പിക്കുവാനോ അങ്ങനെ
വിശ്വസിക്കുവാനോ ന്യായമില്ല എന്നുള്ളതും പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയുന്നു. അതുകൊണ്ട് പൗരോഹിത്യവും ന്യായപ്രമാണവും നിലനിൽക്കുന്നു എന്ന വലിയ സത്യം നാം മനസ്സിലാക്കുക. എന്നാൽ ഇവയ്ക്ക് രണ്ടിൻ്റെയും ക്രമത്തിന് മാറ്റം വന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമായിരിക്കുന്നു. എന്നെ കേട്ട ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.